നോക്കി കയറിട്ടാ. ഇവിടം വരെ തന്നെ ഉള്ളുന്നുണ്ട് കയറ്. കയറ് ഇവിടം വരെ തന്നെ ഉള്ളുന്നുണ്ട്. എൻ്റെ മോനെ ഇടാ, അതാ അവൻ ഡേഞ്ചറും തേടി പോയാ. സ്ലിപ്പ് ആവട്ടോ, നോക്കിയാ അവിടുത്തെ മഴവെള്ളം നോക്ക്, സ്ലിപ്പാവേ. ഡാ ഇവരിതോടെ പോയി കയറേ. ഇവന്റെ ഒരു കുഴപ്പമാണ്, പെട്ടെന്ന് അങ്ങോട്ട് കാണാതാവും. നോക്കടാ, ആകെ കഴിഞ്ഞു. എന്തായാലും നമ്മുടെ കാപ്പിയുടെ വെള്ളം തിളച്ചിട്ടോ. തിളച്ചതല്ല, തിളപ്പിച്ചാട്ടോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞങ്ങളെ ഇതിലെങ്ങനെ നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പറ്റിയൊരു കാട് തിരക്കി ഇങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടൊരു സ്ഥലം കേട്ടോ. ഇതുണ്ടോ ഈ മലകൾ കണ്ടോ? ഈ മലയുടെ നേരെ ഓപ്പോസിറ്റ് ഇതേ കണ്ടോ, ഇത് നമ്മുടെ ആശാനുണ്ട് കേട്ടോ. ആശാന് കുറച്ച് ദിവസമായി ആശാനെ കിട്ടിയിട്ട്. കണ്ടാ, ആശാൻ തിരിച്ചു വന്നു എന്ന് പറയണേ. എല്ലാരും ചോദിച്ച ചോദ്യമാണ് ആശാൻ എവിടെ, ആശാൻ എവിടെയെന്ന്. അപ്പൊ നമ്മൾ ആശാനെ തപ്പി പിടിച്ച് കൊണ്ടുവന്നാട്ടെന്ന്. അപ്പൊ നമ്മള് ഇതെങ്ങനെ വന്ന വഴിക്ക് പറഞ്ഞു വന്ന കാര്യം അതല്ല. നമ്മളിങ്ങനെ വന്ന വഴിക്ക് ഇതേ ഇവിടെ കണ്ടോ, കയറൊക്കെ കെട്ടി വെച്ചിട്ട് മുകളിലോട്ട് കയറുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, കയറൊക്കെ കെട്ടിവെച്ച് നല്ല സെറ്റപ്പിലാണ്. അപ്പം നമ്മളെന്തായാലും മേളുന്നൊരു സൗണ്ട് കേട്ടാ. പിന്നെ അപ്പം എന്തായാലും നമ്മൾ ഇങ്ങോട്ട് കയറാനായിട്ട് വന്നതല്ല, ഞങ്ങൾ ഈ വഴി ഇങ്ങനെ കാട് തപ്പിപ്പോയതാണ്. ഇവൻ പറഞ്ഞു നല്ല ഫോറസ്റ്റ് ഏരിയ ആണ് അങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ്. പക്ഷേ ഞങ്ങൾ ഈ കാട് കണ്ടപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്നു. ഇല്ലേ, നമുക്ക് ഇവിടെ തന്നെ ആക്കാൻ. അതാ, ഇവന് പിന്നെ കുറച്ച് ഡേഞ്ചറൊക്കെ വേണമല്ലോ, കുറച്ച് അത്യാവശ്യം പേടിയും. ഇവനെ അത്യാവശ്യം പേടിയും അതുപോലെ പേടിപ്പിക്കുന്നതും ഡേഞ്ചറും അവിടെ ഇവിടെ വീണ് കയ്യും കാലും മുറിയ, ഇതൊക്കെയാണ് ഇവന്റെ സ്റ്റൈല്. അപ്പൊ എന്തായാലും നമ്മളെന്തായാലും ഇവിടോട്ട് കയറാം കേട്ടോ. ഇതിലൊക്കെ കയറിയിട്ട് മേളിൽ നമുക്കിന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പൊ അതിനുള്ളൊരു പരിപാടിയാണ് ഞങ്ങൾ രണ്ടാളും കൂടെ ഇന്ന് പ്ലാൻ ചെയ്തത്. അല്ലേ, അടുത്ത മല അതാണ് കയറാൻ പോണെന്ന് പറയണേ. കണ്ട, ആർക്കും വേണമെങ്കിൽ പറയാം, നമ്മുടെ കൂടെ ചലഞ്ച് ഒന്നും അല്ല കേട്ടോ, ഒരു രസം. അപ്പൊ എന്തായാലും അടുത്ത മല ഞങ്ങൾ അതായിരിക്കും കയറുന്നത്. അതിന്റെ കയറാനുള്ള റൂട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇതുപോലെ ഇങ്ങനെ പോകുമ്പോൾ കിട്ടിയാൽ കയറൂലടാ. ഓക്കെ, ഇവ ഉണ്ടെങ്കിലേ ഞാൻ കയറുള്ളൂ കേട്ടോ. മുക്കാഭാഗം കയറുക, കുറച്ച് വെള്ളം കുടിക്കുക, ബാക്കിയോടെയും കയറുക. ഓക്കെ, അപ്പോൾ വെള്ളം കുടിച്ച് നമുക്ക് കയറാം. അപ്പം എന്നാ ഇത് കയറല്ലേ? ഓക്കെ അല്ലേ? എന്നെടുത്തോ, സൂക്ഷിക്കട്ടാ. നീ കയറിൻ്റെ ഇപ്പുറ സൈഡിൽ നിൽക്കേണ്ടി വരൂടാ. എൻ്റെ പൊന്നെ, നോക്കി കയറിട്ടാ. ഇവിടം വരെ തന്നെ ഉള്ളുന്നുണ്ട് കയറ്. കയറ് ഇവിടം വരെ തന്നെ ഉള്ളുന്നുണ്ട്. എൻ്റെ മോനെ, ഇങ്ങനത്തെ ഒരു വഴിയാണ്. ഇനി കയറ് പോണത് ഇങ്ങോട്ടാട്ടോ. സൂക്ഷിക്കണം കേട്ടോ, സ്ലിപ്പാവേ. ശ്രദ്ധിക്കണം കേട്ടോ. ഇത് പിടി. നീ ആ സൈഡ് നോക്കി നടക്കേ. വലിയൊരു ഡേഞ്ചർ എന്ന് പറയാനില്ല, എങ്കിലും ഒരു ഡേഞ്ചർ ആണ്. സൂക്ഷിച്ചില്ലെങ്കിൽ അപ്പം കയറിന്റെ എഡ്ജ് ഇത് അവിടെ വരെ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മൾ വന്ന് കയറിയ സ്ഥലം. ഇതേ കയറ് ഇവിടെ വരെ ഉള്ളൂ.
ഇനി നമ്മൾ മേളിലോട്ട് കയറണം. ഇതിൻ്റെ ഇടയിൽ കൂടെ കയറാം. നോക്ക്, വെള്ളം ഞാൻ പിടിക്കാം. ഓടാ, ഇവിടെ വെച്ചിട്ടുണ്ട്. കൂടെ ഒരു കമ്പ് വരുന്നു. ഈ ഫുള്ള് പിന്നെ പിടുത്തല്ലാത്ത പാറ ആയിട്ടോ. നോക്കുന്നു. ഒന്നാമത്തെ മഴക്കാലമായതുകൊണ്ടേ വഴുക്കൂട്ടോ, ശ്രദ്ധിക്കണേ, നല്ലോണം കയറിയണേ. അയ്യോ, എൻ്റെ പൊന്നെ, അടിപൊളി സ്ഥലം. അയ്യോ, മല അടിപൊളി സ്ഥലം കേട്ടോ. നല്ല അടുത്ത ഒരുത്തൻ ചുമക്കിനൊക്കെ നിന്റെ ആംബിയറൊക്കെ പോയോടാ. അതോ നല്ല മഴ. അതിനും ആ പാറയുടെ അവിടേക്ക് എങ്ങോട്ട് നടക്കണം. നടക്ക്. നമ്മൾ കഴിഞ്ഞ വട്ടം കയറിയതില്ലേ, അതിന്റെ പകുതി പോലും ആയിട്ടില്ല. നല്ല വ്യൂ കേട്ടോ. പെരും മഴ വരുന്നത്. അവിടെ അങ്ങോട്ടെങ്ങാനും നടക്കാം, ആ പാറയുടെ അങ്ങോട്ടെങ്ങാനും. നേരെ നടന്നോ. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. അതിനുമുമ്പേ എവിടെ നോക്കിയാലും പൊരിയാണല്ലോ. എവിടെ നോക്കിയാലും പാറ. എവിടെ നടക്കും മഴ. ഇവിടെ എവിടെയെങ്കിലും നോക്കണോ? വേണ്ട, വാ, സ്ഥലമുണ്ട്, വാ. നല്ല എൻട്രി ഉണ്ട്. മഴ കൊള്ളാത്ത നല്ല എൻട്രി. ഓ എൻ്റെ പൊന്നോ, മഴ പെയ്ത് തുടങ്ങിയിട്ടാ. ഇവിടെ ഇരുന്നാലോ? ഇവിടെ ഒരു മഴ നനയാത്തൊരു സ്ഥലം. ഇത് നോക്ക്, ഇവിടെ ആയാലോ? ഇവിടെ അവിടെ പോടാ, അതിനകത്ത് കയറ്. എൻ്റെ അമ്മേ, ഇവ അടിപൊളി ഒരു സ്ഥലം കേട്ടോ. ഇവിടെ കുഴപ്പമില്ലല്ലേ? ഇവിടെ വലിയ കുഴപ്പമില്ല. എൻ്റെ അമ്മേ, അടുത്തു. അവനത് ശ്വാസം മുട്ടി ആകെ പല്ലൊക്കെ കിളിച്ചു തുടങ്ങി. കുറേ ഇടവേള 2-3 മാസമായില്ലടാ. 3 മാസത്തിൽ കൂടുതലായില്ലേ? 4 മാസമായി ഇതുപോലെ മല കയറിയിട്ട്. എന്തായാലും സംഭവം സെറ്റപ്പ് കേട്ടോ. ഇതൊക്കെ ഒരു വീട് പോലത്തെ ഒരു സ്ഥലമാണ്. ഇതേ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടാറേ ഇല്ല. ഇതെന്തായാലും ഇവിടെ സ്റ്റേ ചെയ്യാം അല്ലേ? ഓക്കെ അല്ലേ? എന്തായാലും അടിപൊളി ഒരു സ്ഥലം കിട്ടി കേട്ടോ. മഴ നനയേയില്ല. ഇവിടെയൊക്കെ നിറച്ച് കുപ്പിച്ചില്ല കേട്ടോ. അതുകൊണ്ടാ, ഇതാണ് ഈ പ്രശ്നം. കള്ള് കുടിച്ചിട്ട് പോയാൽ പോരാ, കുപ്പിച്ചില്ലും കൂടി പൊട്ടിച്ചിട്ടിട്ടേ. ഇതുണ്ടോ, ഫുള്ള് കുപ്പിച്ചില്ല. അതെ, എന്തായാലും അടിപൊളി സ്ഥലമാണ് നമുക്ക് കിട്ടി കേട്ടോ. സുഖമായിട്ട് പകലാണെങ്കിൽ മഴയില്ലെങ്കിൽ ഇവിടെ കിടന്നുറങ്ങാം. അതൊക്കെ ഇടാ. അതാ അവൻ ഡേഞ്ചറും തേടി പോയാ. സ്ലിപ്പ് ആവട്ടോ. നോക്കിയാ അവിടുത്തെ മഴവെള്ളം നോക്ക്. സ്ലിപ്പാവേ മോനെ, അങ്ങനെ പോരുത് നീ. പിന്നെയും പണ്ടത്തെ കളി കളിക്കല്ലേ. സ്ലിപ്പായ ഒരു പോക്കം കൂടെ പോവും. ഇത് കണ്ടോ, ഇതിവിടെ ഭയങ്കര തെന്നലാണ്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ. ഇവിടെ നല്ലൊരു സ്ഥലം ഉണ്ടായിരുന്നാ. ഇവിടെ സ്റ്റേ ചെയ്താലോ? കാണലും ഉണ്ട്. ഇവിടെ ആരും തീയൊക്കെ ഇട്ട് സ്റ്റേ ചെയ്തതാട്ടോ. ഇത് കണ്ടോ, അടിപൊളി ഒരു ഏരിയ. അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതാടാ, അങ്ങോട്ടൊക്കെ ആൾക്കാർ പോകുന്ന വഴിയുണ്ട് കേട്ടോ. മുള്ളുണ്ടേ. ഇവിടെയൊക്കെ ശരിക്കും പുലിയോ കരടിയൊക്കെ ഉണ്ടെങ്കിൽ അറിയില്ലേ. ഇതൊക്കെ ഒരു പാറ നിൽക്കുന്നത്. എടാ, ഇതെങ്ങനെയുണ്ട്? ഇവിടെ എങ്ങനെയുണ്ട്? പക്ഷെ ഇവിടെ മഴ ഒരുപാടാകുമ്പോൾ ചാടൂടാ. അതിനേക്കാളും നല്ല മറ്റേ തന്നെയാണോ? നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്യണത്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇതേ കണ്ട, മഴ പെയ്താലൊന്നും നനയൊന്നുമില്ല. പക്ഷേ ഇവിടെ ആളുകളൊക്കെ താമസിച്ച് പോയതാണ്. ഇവിടെ വിറകൊക്കെ കണ്ട, ഇവിടെ അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട്. കുപ്പികൾ ഏത് മോഡൽ കുപ്പി വേണേലും ഉണ്ട്. ആവശ്യത്തിന് കുപ്പിയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നല്ല സ്ഥലം. പിന്നെ കുറച്ച് മേളിൽ കുറച്ചുകൂടി നല്ല സ്ഥലം ഉണ്ട്. പക്ഷേ അവിടെ ചിലപ്പോൾ കാറ്റടിക്കുമ്പോൾ ഇതാകുമ്പോൾ ഇവിടെ നിന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ ആ ഷീറ്റ് വിരിച്ചിട്ട് സൈഡിൽ ഈ ഷീറ്റും കൂടി മറച്ചാൽ ഓക്കെ. ഇതുണ്ട്, പുറത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇവനവിടെ പോയി. താരേ,
എവിടെ? ആ, അവൻ തുടങ്ങി, ഡിസ്കോ ഡാൻസ് തുടങ്ങി. അവിടെ കയറണ്ട, ഡേഞ്ചറാണ്. എന്തായാലും ഓൾറെഡി മഴ പെയ്തിട്ടേ. നിന്റെ പാൻ്റൊക്കെ എവിടെ? പാൻ്റൊക്കെ അഴിച്ചു കളഞ്ഞാ? പിന്നെ നമുക്കെന്നാ അവിടെ തന്നെ സ്റ്റേ ചെയ്യടാ അല്ലേ? ബാഗ് വെച്ചോടെ തന്നെ, അതല്ലേ നല്ലത്. ഇത് കണ്ട, ഈ പാറയുടെ ഒരു ഇത് കണ്ട, എന്തൊരു വലിപ്പല്ലേ ഇത്. ഒരാൾ നിന്നാ ഒന്നുമല്ല. അതെ, ഒരു പാറ അങ്ങനെ വെച്ചിരിക്കണ പോലുള്ള. ഈ പാറയിൽ എന്തോ എഴുതിയിട്ടുണ്ടെന്ന് അവൻ പറയണത്. എഴുതിയതല്ല അത് ശരിക്കും. കണ്ടോ, എഴുതിയതുപോലൊരു ഇതുണ്ട, ഒരു ലവ് ചിഹ്നം വരച്ചു വെച്ച പോലെയൊക്കെ ഉണ്ടല്ലോടാ. മറ്റേ ഇവിടുന്ന് ചെറിയൊരു പീസ്, അതിന് സെന്ററിൽ കൂടെ ഒരു വര, പിന്നെ മേലേക്ക് ഒരു ചെറിയൊരു കള്ളി, അടിയുന്ന ചെറിയൊരു കള്ളി. എന്തത്? എന്തായാലും നല്ല വിശാലമായ ഏരിയ കേട്ടോ. നമുക്ക് മഴയില്ലായിരുന്നെങ്കിൽ സുഖമായിട്ട് ഇവിടെ തന്നെ കിടക്കായിരുന്നു. കണ്ടോ, ബെഡ് പോലൊരു സ്ഥലം. എന്തായാലും നമുക്കേ നമ്മുടെ ഇതെല്ലാം ഒന്ന് സെറ്റാക്കാം. അല്ലെങ്കിൽ സമയം ഇനി ഇരുട്ടിയാൽ പെട്ടെന്ന് ഇരുട്ടോ പോടാ. ഓക്കെ അല്ലേ? ഇതുണ്ടോ, ഭയങ്കര കാഴ്ച കേട്ടോ ഇവിടുന്ന്. ആ ഒരു മല കയറണം എന്നാണ് ഇവൻ പറയണത്. എന്തായാലും നമുക്ക് നോക്കാം. മഴയൊക്കെ ഒന്ന് മാറ്റടാ, എന്നിട്ടൊക്കെ കയറാം. ഡാം, ആ ഭാഗം അല്ലേ? ഡാം ഉണ്ട് തോന്നുന്നുണ്ട്. ആ കാരാപ്പുഴ ഡാമിൻ്റെ ഭാഗമായിരിക്കും. നമുക്കിത് സെറ്റ് ചെയ്യണം എന്നാ, ഇവിടെ തന്നെ സെറ്റാക്കാം അല്ലേ? ഇവിടെ അടുപ്പ് സെറ്റാക്കാനാ? കല്ലിവിടെ തന്നെ ഉണ്ട് അല്ലേ? ഇത് ഇവിടെ എങ്ങനെ സെറ്റായി? ഇത് ചെരിച്ചൊക്കെ ഉണ്ടോ? ഇങ്ങനെ നോക്കണം. അതങ്ങനെ വന്നു. ഇത് അങ്ങനെയൊന്നും വേണ്ട. അത്രയും വലിയ എന്താ ബിരിയാണി ചെമ്പ. നിനക്ക് ആ ബിരിയാണിന്റെ ഇത് വിട്ടിട്ടില്ലല്ലോ എപ്പോഴും. ചെറിയ പാത്രമല്ലടാ നമ്മുടേത്. ഇത് മതി. ഇതുവരെ ഇടാ, ഇടി വിട്ടുണ്ടല്ലോടാ. ഇന്ന് നല്ലൊരു മഴക്കുള്ള കോളുണ്ട്. ന്യൂസിലുണ്ടായിരുന്നു, മിന്നലോട് കൂടി മഴ. ഇന്നായിരുന്നു ഇന്നുണ്ടാവൂ. നമുക്ക് കട്ടൻ കാപ്പി ഇട്ടാലോടാ അല്ലേ? ഗ്ലാസ് പറഞ്ഞോളൂ. കിട്ടാ ആ പഴയ വിറകോ നനയാത്ത വിറകുണ്ടല്ലോടാ, അതെല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ കെടുവേ. തീ നല്ല സെറ്റായില്ലടാ. അത് വെള്ളം ഒഴിച്ചാലോ? ഇടി വിട്ടുണ്ടല്ലോടാ. എന്തായാലും നമ്മുടെ തീയൊക്കെ കത്തി നല്ല സെറ്റായിട്ടോ, നല്ല സെറ്റപ്പായിട്ട് കത്തി. നമ്മള് കട്ടൻ കാപ്പിയും വെച്ചു കേട്ടോ. ഇനി അത് കുടിച്ചിട്ടാണ് നമ്മളെ പരിപാടി അല്ലേ? അത് കുടിച്ചാലേ നമുക്കൊരു ഇന്നൊരു വെറൈറ്റി ഫുഡാ. അതല്ലേ, ഇന്നൊരു വെറൈറ്റി ഫുഡാട്ടോ. ഇവന്റെ ഫുഡാണ് ഇന്ന് അല്ലേ? അല്ല, ഇന്ന് നിന്റെ കുക്കിംഗ് ആയിക്കോട്ടെ. നമ്മളെ കുക്കിംഗ് ഒക്കെ മോശം. അതൊന്നുമില്ല, നീ നല്ല കുക്കിങ്ങിന്റെ ആളാ. നീ ഭയങ്കര ആളാ, എനിക്കറിയാം തന്നെ. നല്ല തണുപ്പുണ്ടല്ലോ ഇവിടെ. പാറ എങ്ങനെയുണ്ട്? ഈ പാറയും കൊണ്ട് ഇല്ലായിരുന്നു ഈ പെട്ടി. നമുക്ക് ഈ ഷീറ്റ് ഇങ്ങനെ കെട്ടാല്ലേ? വെള്ളം തിളച്ചാ പൊടിയിട്ടെ. എന്തായാലും നമ്മുടെ കാപ്പിയുടെ വെള്ളം തിളച്ചു കേട്ടോ. തിളച്ചല്ല, തിളപ്പിച്ചാണ്. തിളച്ചതല്ല, തിളപ്പിച്ചാട്ടോ. കേട്ടോ, ഭയങ്കരല്ലോ. അന്ന് നിന്റെ നമ്മളാ വലിയ മല കയറിയില്ലേ, അതിനകത്ത് വന്ന വീഡിയോയിൽ കമന്റുകൾ ഉണ്ടോ? നീ ഏതാ സാധനം അടിച്ചിരിക്കണത്, പിന്നെ നീ ബംഗാളിയാണോന്നൊക്കെ അല്ല, എന്താ വെച്ചാ നിന്റെ ആ ഒരു ശൈലി ഇപ്പൊ നമുക്കല്ലേ അറിയുള്ളൂ, കാണുന്നവർക്ക് അറിയില്ലല്ലോ. നീ കടാവണ സംസാരിക്കുമ്പോഴേ പിന്നെ എല്ലാരും വിചാരിക്കണേ ജില്ലടിച്ചോ, കഞ്ചാവാണോ. കഞ്ചാവാണോ എന്നൊരു കമന്റ്. നീ കമന്റ് വായിച്ചോ? ഒരു വട്ടം വായിച്ചു. പിന്നെ അതിലേക്ക് വേറൊരു കമന്റ് വന്നിട്ടുണ്ട്. പറഞ്ഞു കേട്ടില്ല, ചെവിക്കല്ലിൽ ആ ഗുഹയില്
ഇവനോടെ ആ വലിയ മലേന്റെ അവിടെ നമ്മൾ വീഡിയോ എടുക്കാൻ പോയല്ലോ, ഞാനിങ്ങനെ പുറകെ നടന്ന് പറയുന്നുണ്ട് പിന്നെ ഗുഹയിൽ ഇറങ്ങല്ലേ ചാടല്ലേ ചാടല്ലേ, അതിന്റെ ഒരു കമന്റ് പറയേ, അവൻ പറഞ്ഞാൽ കേട്ടില്ല, അവനെ ചെവിക്കല്ല് കൊടുത്ത് നോക്കി ഒന്നും കൊടുക്കാൻ. തിളച്ചടാ, ഇറക്കിയാലോ? ഇവിടെ കാപ്പി തിളച്ചു കേട്ടോ, ഇതിലൊഴിക്കട്ടെ. ഇറക്കാൻ എന്താ ഇങ്ങനെ പിടിച്ചിറക്കടാ, ചൂടില്ല. നമുക്ക് അടുത്ത സാധനം 2 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ അല്ലേ? 2 മിനിറ്റ് ചൂടാട്ടല്ലേ? ചൂടാട്ടല്ലേ? തീ കേടൂല്ലേ? നമുക്ക് അടുത്ത സാധനം സെറ്റ് ചെയ്ത് വെച്ചാലോ? എന്നിട്ട് കാപ്പി പിടിക്കാം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ സാധനം, അടുത്ത സാധനം ഇതാണ്, നമ്മുടെ കപ്പയാണ് കേട്ടാ അല്ലേ? നീ കപ്പ ഒക്കെ പൊളിച്ച് റെഡി ആയിക്കോ. ഞാനപ്പത്തേക്കേ ഒരു കാര്യം ചെയ്യടാ, ഞാനപ്പത്തേക്ക് കാപ്പി കുറച്ച് കുടിക്കാം. നല്ല ഇടി മുഴങ്ങുന്നുണ്ട് കേട്ടോ. ഇന്ന് നല്ല എന്താണ് കപ്പ പുഴുങ്ങിയതും നല്ല ലിവർ റോസ്റ്റും കേട്ടോ. ലിവർ അല്ലേ? നല്ല ലിവർ റോസ്റ്റും നല്ല കപ്പ പുഴുങ്ങിയതും അല്ലേ? നീ കാപ്പി ഇടി, ഞാനത് കഴുകട്ടെ. എന്തായാലും നമ്മുടെ കപ്പയെല്ലാം സെറ്റാക്കി, നല്ല അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് കഴുകി വൃത്തിയാക്കാം. മതിരടാ? മതി. കുറച്ച് ഉപ്പിടട്ടടാ. മഞ്ഞപ്പൊടി ഇല്ലടാ. വെള്ളക്കപ്പ. മഞ്ഞപ്പൊടിന്റെ മഞ്ഞക്കപ്പ അല്ലേ? എടാ ശരിക്കും ഇടി വെട്ടും കേട്ടോ, നല്ല മഴ പെയ്യാൻ സാധ്യത. ഈ മലയുടെ മുകളില് ഇടിമിന്നൽ വന്നു കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. ഇങ്ങോട്ട് കയറിന്നോ? ഈ ഇടിമിന്നലിന്റെ സമയത്ത് ശരിക്കും മല കയറാൻ പാടില്ല. ഈ ഇടിമിന്നൽ ശരിക്കും ഏറ്റു കഴിഞ്ഞാൽ തീരുന്ന് പറഞ്ഞ സത്യ? ഇടിമിന്നല് മേത്ത് ഏറ്റു കഴിഞ്ഞാൽ തീരുന്ന് പറഞ്ഞ? പിന്നെ തീരൂലേ? തീരൂ. പിന്നെ ഇടിമിന്നലല്ലേ? ഇതുവരെ മിന്നറിഞ്ഞിട്ട് തീരാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മളൊന്നും തീർന്നിട്ടില്ലല്ലോ, നമ്മൾ കൊണ്ടിട്ടില്ലല്ലോ. കൊണ്ടാ തീരും. ഇടിമിന്നൽ എന്ന് പറഞ്ഞാൽ അത്രയും എഫക്റ്റിൽ അടിക്കുന്നതല്ലടാ. മരം പച്ച മരങ്ങൾ കത്തിപ്പോണെന്ന് കണ്ടിട്ടില്ലേ? തെങ്ങൊക്കെ കത്തിപ്പോണ കണ്ടിട്ടില്ല ഇടിമിന്നൽ അടിച്ചിട്ട്? അപ്പൊ പിന്നെ മനുഷ്യൻ മരിച്ചു പോകില്ലേ? ഇത് ആയില്ലടാ. ആയല്ലോ. ഓ ആയി. ഇറക്കി വെച്ചാലോ? മാറ് 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 മാറ്. അടുപ്പിക്ക് വെള്ളം വരരുത്. ഇല്ല ഇല്ല, അടുപ്പിലൊന്ന് വെച്ചിട്ടേ ഒന്ന് വറ്റിക്കോട്ടല്ലേ? ഇല്ല, അടി പിടിക്കൂടാ. ഇല്ലല്ലേ? ഇല്ല. വെള്ളം വെള്ളം വറ്റട്ടല്ലേ? ഏകദേശം വെള്ളം പറ്റില്ല. ഇറക്ക്. അടിപൊളി. നല്ല കോഴിയുടെ ലിവറും കഴുത്തും ഒക്കെ കൂടി കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കി കഴുകട്ടെ. നോക്കട്ടെ. അപ്പൊ ഇതിനകത്ത് തന്നെ വെക്കാന്നാ പറയണത്. ഇതിനകത്ത് വെക്കുന്നത് ഒരു സേഫ് അല്ല, മൂടി വെച്ച് വെന്ത് കിട്ടുമെന്ന് അറിയില്ല. കുറച്ച് എണ്ണ ഒഴിക്കട്ടെ. മതിയില്ലേ? ഇത് ചൂടായില്ലടാ. ചിക്കൻ എടുത്തേ? വെള്ളം വേണ്ട. അയ്യോ, നീ അവിടെ നിന്ന് അമർത്തി. എന്നിട്ട് ലിവർ ഫ്രൈ നമ്മുടെ കപ്പ നല്ല പൂ പോലെ ആയിട്ടാ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് ഒഴിവാക്കി എന്തിനാ അറിയോ? ഇത് വെച്ചിട്ട് നമുക്ക് മൂടി വെക്കണം. നമ്മളെ ആ കപ്പ ഒഴിവാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ പണി കിട്ടി. എന്താ വെച്ചാല്
നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട് നമ്മളെ ഈ കോഴിയുടെ പാർട്സ് ഒക്കെ കൂടെ. അപ്പൊ അത് സെറ്റ് ആവില്ലായിരുന്നു അല്ലെ. ഇപ്പൊ എന്താ ഓക്കെ. അപ്പൊ ആ മലയുടെ മേളിൽ കയറണം എന്നാണ് ഇപ്പൊ പറയുന്നത് കേട്ടോ. അതൊക്കെ നടക്കൂടാ. പക്ഷെ നമ്മള് കഴിഞ്ഞ വട്ടം കേറണം എന്ന് പറഞ്ഞിട്ട് കേറിയില്ല. കേറി നമ്മള് പയ്യൊക്കെ ഇട്ടിട്ട് പോന്നു. പണ്ട് ഞങ്ങൾ ആ മല കയറിയതേ ഞങ്ങള് പകുതിന്ന് ഇറങ്ങി വരാൻ പോയതാട്ടോ. അത്രയും കിലോമീറ്ററോളം നടന്നില്ലേ. പിന്നെ ഇങ്ങനെയുള്ള കയറ്റവും പിന്നെ നമ്മുടെ വെള്ളം അവിടെ എത്തിയപ്പോ വെള്ളം വരെ തീർന്നു. മേളിലെത്തിയപ്പോഴത്തേക്ക് 5 ലിറ്ററിന്റെ ക്യാനിലെ വെള്ളം വരെ തീർന്നു പോയി. അത്രയും റിസ്ക് എടുത്തിട്ടാ കയറിയത്. അപ്പൊ ഇപ്പം പറയണതേ നമ്മൾ കയറണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കയറുന്നു. ഇവണ്ടെങ്കിൽ കയറും. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പാടാം. എന്തായി ചിക്കൻ പൈക്ക് നമ്മൾ ഇട്ടിട്ട് പോന്നു. എങ്ങനെയൊക്കെയോ കേറി. നീ ഉണ്ടായോണ്ട് കയറിയല്ലേ. മറക്കാൻ പറ്റില്ല. രാവിലത്തെ സീൻ അല്ലേ മഞ്ഞുമല. മഞ്ഞ് നമ്മുടെ ചിക്കൻ എന്തായി നോക്കണം. ഞാൻ എടുക്കാം. സംഭവം മൂടി വെച്ചില്ലായിരുന്നു പണി കിട്ടിയേട്ടോ. കോലം മാറിയാലോ സംഭവം ഫുള്ള് വൈറ്റാ കുറച്ചൊരു ഉപ്പിട്ടില്ലടാ. ഇട്ടെടുത്താലും മതി. ഇനിയിപ്പോ ഉപ്പെടുക്ക്. നല്ല മണൊക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ ഇതിന്റെ ഏറ്റവും വരുന്നത് എന്താ കുരുമുളക്. അതൊക്കെ പ്ലാൻ ചെയ്താ നീ വന്നല്ലേ. അപ്പൊ കുരുമുളക് വേണമെങ്കിൽ എന്നോടൊന്ന് പറയാൻ മേലല്ലോ. ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സെറ്റപ്പും കൊണ്ട് വരായിരുന്നു. നല്ല പച്ചക്കുരുമുളക് അരച്ചങ്ങ് ചേർത്തായിരുന്നു. കഴുത്ത് താമസം വരുമോ? ഒന്നൂടെ അരച്ചു വെക്കട്ടെ. ഉപ്പ് അവിടെയും പിടിക്കില്ലല്ലോ. ഇല്ല. പാത്രത്തിന്റെ നമ്മളെ ചിക്കനൊക്കെ ഒന്ന് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ ഒന്ന് ഇറങ്ങി. ഇപ്പൊ നല്ല കാലാവസ്ഥ, മഴയില്ല. പക്ഷെ 6:30 ഇരുട്ടായി തുടങ്ങി. എന്താ ഇവൻ ഇങ്ങോട്ട് പോയതാണ് താഴ്വശത്തോട്ടൊക്കെ. ഇതാണ് താഴ്ഭാഗം കേട്ടോ. ഭയങ്കര ഒരു കുഴിയാണ്. എന്താ താഴോട്ട് അങ്ങനെ പോകാൻ പറ്റില്ല. അത്രയും ഒരു കുഴിയാണ്. താരേ ഇവൻ ഇങ്ങോട്ടെങ്ങാണ്ടാണ് പോയത് കേട്ടോ. ഈ സൈഡിലോട്ടാണ് പോയത്. ഡാ ഇവനത്തോടെ പോയി. താരേ ഇവന്റെ ഒരു കുഴപ്പമാണ്, പെട്ടെന്ന് അങ്ങോട്ട് കാണാതാവും. ഇടാ ഓ ഇവിടെ ഉണ്ടാ. ഇവിടെ എന്തോരടി എടാ. ഇതിലെ നടക്കുമ്പോ നോക്കണം കേട്ടോ. നോക്കിയാ ഇതിലേക്ക് അവിടെ ഭയങ്കര വഴിക്കല അങ്ങ് വരെ പോയതാ. പിന്നെ നമ്മളെ ചിക്കൻ ഇവിടെ വെച്ചിട്ട് പോയി. അല്ല, അടുപ്പത്ത് വെച്ചിട്ടാ പോകുന്നത്. ഇങ്ങോട്ടൊരു ഗുഹ ഉണ്ട്. നോക്കി കേറിട്ടാ. അങ്ങോട്ട് കേറണ്ടാട്ടാ. നമ്മളെ ഈ മുളയുടെ പിന്നെ ചെറിയ കൂമ്പുണ്ട്. പണ്ടൊക്കെ സ്കൂളിൽ പോകുന്ന അത് ഇവിടെ ഉണ്ടാ. അത് ഇത് വെക്കാൻ പറ്റൂടാ. കറി വെക്കാൻ പറ്റും. സ്കൂളിൽ പോകുന്നവരെ എന്താ അറിയോ, ലൈറ്റ് വാങ്ങിക്കാനും തന്നെ സാധനം കൊണ്ടുപോകും. എന്താണ് അതിന്റെ തുമ്പ്. തുമ്പ് കണ്ടുപോയി വാങ്ങിക്കാനാണ്. എന്തിനാ കൊണ്ടുപോകുന്ന വെക്കുമ്പോ പറയുമായിരുന്നു. ബാടാ നമ്മളെ ചിക്കൻ ചിലപ്പോ പുലി കൊണ്ടുപോകും. വേമ്പാ അതിനെ മണം കൊണ്ടേ. ഇവിടെയും നല്ലൊരു സ്ഥലമാട്ടോ ക്യാമ്പ് ചെയ്യാനും താമസിക്കാനൊക്കെ. ഇവിടെ ആരൊക്കെയോ വന്ന് തീയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ. ഇതാ വെയില് വരുന്നപ്പോ. അത് ശരി, 7 മണി വെയില. ശരി. എന്തായാലും നല്ല രസമുള്ളൊരു ഏരിയ ആണ് കേട്ടോ. നമ്മൾ വന്നത് താഴെ ആരൊക്കെ നിൽപ്പുണ്ടല്ലോ. അങ്ങ് താഴെ ആളുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താടാ ഇത് എന്തിന്റെ ഇലയാ? ഇതിന്റെ അടിക്ക് നോക്കിയ ഒരു പ്രത്യേക ടൈപ്പ് വലിയ ഇല. അത് എന്തിന്റെ ഇലയാ? എന്തോ കാട്ടുചെടികളാണ്. അല്ല, നമ്മളെ പറമ്പിലൊക്കെ ഇങ്ങനത്തെ ഇത്രയും വലിയ ഇല ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല.
പറമ്പിൽ ഇത്ര ഇതിനേക്കാൾ വലിയ ഇലല്ലേ? എന്തിന്റെ ഉള്ളത്? ഏതലയാ നീ പറയണത്? അത് അതിന്റെ വലിയ സൈസ് ഒരു ഇല. ആ പരന്ന് കിടക്കണല്ലേ? പരന്നല. അത് എന്തോ പാറയിൽ ഉണ്ടാവുന്ന ഒരു പുല്ലടാ. അറിയണവരൊന്ന് കമന്റ് ചെയ്യണം. ഇപ്പൊ ഏതാ അറിയാൻ വേണ്ടിട്ടാണ്. ഈ ഇലയാണ് അവൻ പറയണ കേട്ടോ. ഇതാ ഈ ഇല വേണ്ട പരന്ന് കിടക്കണം. ഇവൻ എന്തൊക്കെയോ തോന്നുന്നുണ്ട് ഇതൊക്കെ കൂടി കണ്ടിട്ട്. അറിയാത്ത കാര്യം ചോദിക്കാതെ. ഓക്കെ എടാ നമ്മുടെ ചിക്കൻ നോക്കണ്ടേ? അതാ ഒക്കെ കൂടി പുകയുണ്ട് കേട്ടോ ചിക്കൻ. അപ്പൊ ഇനി കരി പിടിച്ച് അടി പിടിച്ചു തോണ്ട് ഇതേ പുകയാണ്. അയ്യോ ആകെ കരിഞ്ഞടാ. നോക്ക് നോക്കടാ ആകെ കരിഞ്ഞു. കുഴപ്പമില്ല. അതാ എന്നിപ്പോ ഓരോ പോലെ ആയാലും പറ്റും. ഇടക്കൊക്കെ ഒരു ചേഞ്ച് ഒക്കെ ഉണ്ട്. ഇത് ഇട്ടപ്പോ ഒരുപാടുണ്ടായിരുന്നല്ലോ. ഞാൻ അങ്ങോട്ടും അങ്ങോട്ടും പോയപ്പോ നീ അങ്ങനെ എടുത്ത് തിന്ന. കരിഞ്ഞടാ. കരിഞ്ഞ മാറ്റി വെച്ച മാറ്റി വെക്കും വേണ്ട. കരിഞ്ഞ എടുക്കണ്ട. ഇവിടെ പാറണ്ടായിട്ട് വെള്ളല്ലേ? ഇത് പിടിച്ചേ. ഇപ്പൊ കെട്ടിയില്ല എന്താ പ്രശ്നം അറിയോ? കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. ആ സൈഡ് കൊണ്ട് അത് പിടിച്ചോ. അങ്ങോട്ട് നോക്കോ. നേരെ പോ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ റൂം സെറ്റാക്കിട്ടോ. കുഴപ്പമില്ല. ഇനി അങ്ങനെ കാറ്റ് പഠിക്കില്ല, ചെറിയ മഴയൊന്നും വന്നാൽ വീഴുമില്ല. ഓക്കെ ഇനി ഞങ്ങൾ ഇതൊക്കെ തന്നെ ഇവിടെ വിരിച്ച് ഈ താർപ്പായ തന്നെ ഇവിടെ വിരിച്ച് സെറ്റാക്കി കിടക്കാനുള്ള സെറ്റപ്പ് ആവും. ഇപ്പോഴാണെങ്കിൽ നല്ല തീയും കത്തുണ്ട് അല്ലേ? എന്നാ എടുക്കടാ. അപ്പൊ കഴിക്കല്ലേ? എന്നാ കഴിച്ചോ. നീ തുടങ്ങിക്കോ. ഞാൻ ആദ്യം തന്നെ ഒരു ചിക്കൻ എടുക്കട്ടെ. കരിഞ്ഞിട്ടൊരു പരുവായിട്ടുണ്ടേ. ഞാനുണ്ട്. കുഴപ്പമില്ല. എന്ത് കരിഞ്ഞാലും കുറച്ച് കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ അല്ലേ പറ്റുള്ളൂ. അതെ. അപ്പം എന്തായാലും ഞങ്ങൾ കഴിക്കുക കേട്ടോ. എന്താ വെച്ചാൽ കഴിച്ചിട്ട് നല്ല മഴ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. മഴ വന്നു കഴിഞ്ഞാൽ ആകെ ഇടങ്ങാറാവും. കഴിച്ചിട്ട് ഞങ്ങൾ ഈ ഷീറ്റൊക്കെ വിരിച്ച് ഇവിടെ കിടക്കാനുള്ളൊരു സെറ്റപ്പ് ആക്കി കുറച്ച് തീയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കാം അല്ലടാ? അതാ നല്ലത്. ഓക്കെ നമ്മുടെ കട്ടൻ ചായ ഒക്കെ ചൂടാറി. കഴിച്ചോ. എന്താ എത്ര പോരാന്ന് പറഞ്ഞു പോളിങ്? ഫുഡടി കുറവാ. എന്തേ? കരിഞ്ഞതുകൊണ്ടല്ലേ? അവനേ സംഭവം കരിഞ്ഞതുകൊണ്ട് അവൻ പറയാ ഫുഡടി കുറവാ. അത് സംഭവം വേറൊന്നല്ല, കുറച്ച് കരിഞ്ഞു പോയി. ഇതല്ല ഞാൻ നിന്നെ തെരഞ്ഞ് അങ്ങോട്ട് വന്നോണ്ട് അത് കരിഞ്ഞത് ശരിക്കും. നീ എന്തീ പറയാതെ പോകുന്ന അവിടെ ഇവിടെയൊക്കെ? തമാശക്ക് പോകാൻ പറ്റുമോ? അവർ രണ്ടുപേരുള്ളപ്പോ ഒന്നാമത് ആ പാറ ഭയങ്കര വഴുക്കലടാ. പോയാൽ ഒരു പോക്ക് പോയില്ലേ? ഇവന്റെ പ്രശ്നം എന്താ? പറയാതെ അങ്ങോട്ട് പോകും. ഇവനെ തെരഞ്ഞു പോയതാണ് ഈ കോലായി ചിക്കൻ. നോക്ക് ചിക്കനൊക്കെ കൂടി കരിഞ്ഞിട്ട് ഒരു പരുവയിക്കണം. എന്തായാലും കഴിക്കും. എന്തായാലും ഞങ്ങളിത് കഴിച്ച് സെറ്റാക്കട്ടെ കേട്ടോ. ആ ലിവർ കരിഞ്ഞാൽ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട് അല്ലേ? ലിവർ കരിഞ്ഞ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ബാക്കിയൊക്കെ കഴിക്കും. വീട്ടില് കിടന്നുറങ്ങണ പോലെ ഉറങ്ങാൻ പറ്റില്ലേ? പിന്നെ അപ്പൊ തീയൊക്കെ ഇട്ടിട്ട് ഒരു ലൈറ്റ് പോയി ഒരു അഡ്ജസ്റ്റ്മെന്റില് കിടന്നുറങ്ങേണ്ടി വരും. പുതയ്ക്കാൻ ചെറിയൊരു ഇതേ ഉള്ളൂ, അഡ്ജസ്റ്റ് ചെയ്ത് പുതയ്ക്കണേ. കുഴപ്പമില്ല. കുറച്ച് കട്ടൻ കാപ്പി വെക്കണം. വേണ്ടേ? വെള്ളം കുറച്ചുള്ളൂ അല്ലേ? വെള്ളമില്ല അകത്തേക്കില്ല. തീ കുറച്ചുകൂടി വിറക് വെക്കണോ? ചൂടുണ്ടോ? കുറച്ചു നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിറക് നേരം എടുക്കണ്ടേ? അപ്പൊ ഓക്കെ,
അപ്പം നമ്മൾ ഉറങ്ങാനുള്ള പരിപാടി അല്ലേ? അപ്പം ഞങ്ങൾ കിടന്ന് ഉറങ്ങുകയാണ്. പിന്നെ എന്നിട്ട് രാവിലെ എന്നിട്ട് അങ്ങ് പോകും. അപ്പൊ അടുത്ത വീഡിയോസിന് 1000 വരുവാണെങ്കിൽ പഠിക്കണം. വരുന്നുണ്ട് പറഞ്ഞിട്ട് അടിയിലൊരു കമന്റ് ഇട്ടേ. അടുത്ത വീഡിയോസിന് ആര് വരുന്നുണ്ടെങ്കിലും വിളിക്കണേന്ന്. അപ്പോൾ ആർക്ക് വേണേലും വരാമെന്നാട്ടോ അതിനർത്ഥം. അപ്പോൾ നമ്മുടെ കൂടെ ക്യാമ്പ് ചെയ്യാൻ ആർക്ക് വേണേലും വരാം. പിന്നെ അടുത്ത വീഡിയോ ഏതെങ്കിലും ഒരു മലയിൽ അല്ലേ? ഇനിയിപ്പോ നിങ്ങളെ നാട്ടിക്ക് വേണമെങ്കിൽ ഞങ്ങള് വരാം. നിങ്ങളുടെ നാട്ടിലേക്ക് വേണമെങ്കിൽ ഞങ്ങൾ വരും ക്യാമ്പ് ചെയ്യാൻ. ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട്, നമുക്ക് ചെയ്താൽ ഞങ്ങൾ അങ്ങോട്ട് എത്തും. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് എത്തും. അപ്പോൾ എന്തായാലും ഞങ്ങൾ കിടന്നുറങ്ങുകയാണ്. പിന്നെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ് എന്തായാലും ചെയ്യണം കേട്ടോ. ഓക്കെ, നിങ്ങൾ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും പറയണ്ട? കഴിഞ്ഞ വട്ടേ കൊന്ന് കൈ തന്നിക്കണം. കഴിഞ്ഞ വട്ടത്തെ പോലത്തെ കമന്റ് ഇട്ട് പിന്നെ ആകെ കൊല്ലരുത് എന്നാ പറയുന്നത് കേട്ടോ. പാവാണ് ആളൊരു. കഴിഞ്ഞ വട്ടത്തെ വീഡിയോസിനെ കൊന്ന് കൈ തന്നിക്കണം. അപ്പൊ അതുപോലെ കൊന്ന് കൈ കൊടുക്കരുതെന്നാ പറയണത്. ആളൊരു പാവാണ്. ഈ പറച്ചിലേ ഉള്ളൂ പാവം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ അല്ലേ? കൊടുക്ക്, ലൈക്ക് കൊടുക്ക്. ഓക്കെ, ഗുഡ് നൈറ്റ്. നല്ല തണുപ്പ് കയറി തുടങ്ങി. ഈ മഴക്കാരുള്ളതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് നിലാവൊന്നും ഇല്ലാത്തല്ലേ.